ഒടുവിൽ തരുണിനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്ന ആ ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. 5 വർഷങ്ങളായിട്ട് പോലും മകൾക്ക് 5 വയസ്സായിട്ടും ഗൗരിമോൾ തൻ്റെ മകളെന്ന സത്യം തരുൺ മനസ്സിലാക്കിയിട്ടില്ല. ഇനി അത് പറയാതിരിക്കാൻ ആവില്ലെന്ന് വേദയും തീരുമാനിക്കാണ്. അങ്ങനെ വേദയുടെ അച്ഛൻ ശങ്കരനാരായൺ അവളെ വിളിക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടും ഞാൻ അങ്ങോട്ട് വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ്. നീ പറഞ്ഞ പോലെല്ലാം ശ്രീകാന്തിനോട് പറഞ്ഞിട്ടുണ്ട്. അതിലവൻ വളരെ സന്തോഷാണ്. പിന്നെ മറ്റൊരു കാര്യം, വിക്രം അധികം വൈകാതെ പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഇനി അവൻ്റെ മുന്നിൽ നീ വരണ്ടേ മോളെ. അവൻക്ക് നല്ല സങ്കടമുണ്ട്. നിന്നെ ഓർത്ത് അവൻ ഒരുപാട് വേദനിക്കുന്നുണ്ട്. നീ ഒരിക്കലെങ്കിലും കാണാൻ വരുമെന്ന പ്രതീക്ഷയിലാണ് അവൻ ഇത്രയും കാലം ജീവിച്ചത്. ഇപ്പോൾ എനിക്ക് പോലും നിന്നെക്കുറിച്ചൊരു അറിവില്ലെന്ന് കേട്ടപ്പോൾ അതവനെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ജയിലിൽ അവൻ വെറുതെ ഇരുന്നതല്ല, പഠിച്ച് നല്ലൊരു നിലയിലെത്തിയിട്ടുണ്ട് നിന്നെപ്പോലെ. ആണോ അച്ഛാ? എനിക്ക് അച്ഛനോടൊന്ന് നേരിട്ട് കാണണം. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാതെ മറച്ചു വെച്ചുകൊണ്ടല്ലോ, അത് അച്ഛനോട് പറയണം. അച്ഛൻ എനിക്കതിന് ഒരു പരിഹാരം പറഞ്ഞു തരുക വേണം. അങ്ങനെ ശങ്കരനാരായൺ വീണ്ടും വേദയെ കാണാനായിട്ട് അവൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വേദ തമിഴ്നാട്ടിലെ കലക്ടറാണെന്നൊക്കെ കാണുമ്പോൾ അയാൾക്ക് വലിയ സന്തോഷമാവാണ്. എന്നാലും മോൾ ഇത്രയും വലിയൊരു പൊസിഷനിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ മോൾക്ക് അതിനെക്കൊണ്ട് കഴിയും. പക്ഷേ ഒരു വക്കീൽ, അങ്ങനെയൊക്കെയായിരുന്നല്ലോ മോളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത്. അതെ, എൻ്റെ കൂടെ ഒരു ഫാമിലി ഉണ്ട് അച്ഛാ. ഫാമിലിയോ? അതെ, ഒരമ്മ. അതാണ് ഇനി ഇങ്ങനെയൊക്കെ ആവാൻ പ്രാപ്തനാക്കിയത്. എന്താ മോളെ, നീ എവിടെയായിരുന്നു? എന്തൊക്കെയാ നിന്റെ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ശങ്കരനാരായണനോട് വേദ പറഞ്ഞു തുടങ്ങായിരുന്നു. ഹോസ്പിറ്റൽ പൂർണ്ണ ഗർഭിണിയായി എന്നെ അഡ്മിറ്റ് ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിനും എനിക്കും ജീവനാപത്താണെന്ന് മനസ്സിലാക്കി. എൻ്റെ അടുത്തുണ്ടായിരുന്ന ബെഡിലെ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു, രാധ. അവളുടെ ഭർത്താവ് ഒരു പോലീസ് ഓഫീസർ. അവിടുത്തെ അമ്മയാണ് എൻ്റെ കൂടെ നിന്നത്. ആ പെൺകുട്ടി അച്ഛ മരിച്ചുപോയി. അവളുടെ കുഞ്ഞും മരിച്ചു. എനിക്ക് എൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും സുരക്ഷിതമായിട്ട് വളർത്തണം. അതിനുവേണ്ടി കണ്ടെത്തിയ ഒരാളായിരുന്നു ഞാൻ, തരുൺ IPS. തരുൺ, അതെ, അയാളുടെ അമ്മ എനിക്ക് വേണ്ടി കൂട്ടുനിന്നു. എൻ്റെ കുഞ്ഞ് ഗൗരി അയാളുടെ മകളാണെന്ന് പറഞ്ഞു. തൽക്കാലം നിൽക്കാനുള്ള ഒരു വീട് അത്രേ ഞാൻ കരുതിയുള്ളൂ. 5 വർഷമായിട്ടും അയാൾക്കറിയില്ല അത് അയാളുടെ കുഞ്ഞല്ല. അയാളുടെ കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ട് ഭാര്യയുടെ കൂടെ എന്ന കാര്യം. എൻ്റെ കുഞ്ഞാണ് അയാൾ മകളായി കരുതെന്നും അയാൾക്കറിയില്ല. വല്ലാത്തൊരു കുരുക്കിലാണല്ലോ മോളെ നീ പെട്ടത്. പലപ്പോഴും പറയാൻ ഞാനും ആ അമ്മയും ശ്രമിച്ചു. ഡോക്ടർ വരെ അത് പറയണമെന്ന് ഞങ്ങളോട് പറഞ്ഞതാ, പക്ഷേ കഴിഞ്ഞില്ല. പലപ്പോഴും പറയാൻ വരുമ്പോൾ തരുൺ സാർ അതെങ്ങനെ പ്രതികരിക്കുമെന്നും സ്വന്തം മകളെ അത്രമാത്രം സ്നേഹിക്കുന്ന അദ്ദേഹത്തോട് എങ്ങനെ പറയുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇതിപ്പോൾ വലിയ പുല്ലാപ്പായല്ലോ. ഇനി എന്ത് ചെയ്യും നീ? എനിക്കറിയില്ല അച്ഛാ. അതാ അച്ഛനൊരു സൊല്യൂഷൻ ചോദിച്ചത്. തൽക്കാലം അയാളോടെല്ലാം തുറന്ന് പറയാം. പിന്നീട് എന്താ സംഭവിക്കുന്നത് നമുക്കറിയാലോ. വിക്രമോ മറ്റുള്ളവർക്കോ ആർക്കും അറിയില്ല അങ്ങനൊരു കുഞ്ഞ് ജീവിച്ചിരിപ്പുള്ളത്. പക്ഷേ ഇനി അവരും അതിൽ തെറ്റിദ്ധരിക്കില്ലേ മോളെ? ഇല്ല, വിക്രമിന് എന്നെ അറിയാം അച്ഛാ. അതുകൊണ്ട് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. എല്ലാം ആ കുഞ്ഞിനെ നീ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഇതുവരെ ആ കുഞ്ഞ് നീ അവളുടെ അമ്മയും അവളുടെ അച്ഛനായിട്ടാണ് കണ്ടത്. എനിക്ക് മോളെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ സമയമായിട്ടില്ല. തരുണിനോട് എനിക്കെല്ലാം തുറന്നു പറയണം. അതിനുശേഷം അച്ഛൻ്റെ മുമ്പിൽ ഞാൻ ഗൗരിമോളെ കൊണ്ടുവരും. എന്നാലും ഒരു ഫോട്ടോ പോലും കാണിക്ക്. അങ്ങനെ ഗൗരിയുടെ എല്ലാ ഫോട്ടോയും വീഡിയോയും ചിത്രങ്ങളും ശങ്കരനാരായണനെ കാണിക്കുന്നുണ്ട്. മോളെ, എനിക്ക് വലിയ സന്തോഷമായി. നിന്നെപ്പോലെ തന്നെ നിൻ്റെ മകളും വലുതാകും, മിടുക്കിയായിട്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയം വിക്രമിനെ കാണണമെന്നും വിക്രമിനൊരു മകളുള്ള കാര്യമൊക്കെ ശങ്കരനാരായണൻ അറിയാം. വളരെ സന്തോഷമാണ്. തൽക്കാലം വേദ തന്നെ ആ മുന്നിൽ ആ മകളെയും കൊണ്ട് വന്ന് നിൽക്കട്ടെ. അപ്പോൾ ഇരട്ടി സന്തോഷമാവും. അങ്ങനെ സുധാകരൻ മാഷിനെ കാണാനായിട്ട് ശങ്കരനാരായണൻ വിഷൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. സാറോ, കയറിയിരുന്നാട്ടെ. അച്ഛൻ ഇവിടെ ഇല്ലേ? അച്ഛനുണ്ട്, വിളിക്കാം. അച്ഛൻ ചെറുതായിട്ടൊന്ന് വീണു കാലിൽ. എനിക്കും തോന്നി, ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണൻ അകത്തേക്ക് കയറുന്നുണ്ട്. മാഷ് ആയാസപ്പെട്ട് എണീച്ചിരിക്കാൻ നോക്കുമ്പോൾ, വേണ്ട മാഷേ, കിടന്നോളൂ, എന്നെ കണ്ടിട്ട് എണീച്ചിരിക്കേണ്ടൊന്നുമില്ല. എന്നാലും സാറ് വന്നല്ലോ. വിക്രം പുറത്തിറങ്ങും. വേദയെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ആ സമയത്ത് ശങ്കരനാരായണൻ മാഷിൻ്റെ കൈ പിടിക്കുന്നുണ്ട്. ഉണ്ട്, അവൾ സുരക്ഷിതമായിട്ട് ഒരിടത്തുണ്ട്. വിശ്വനും ശ്രീജയും നോക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും അവിടെ നിന്ന് അങ്ങ് മാറിപ്പോവാണ് കേട്ടോ.
മാഷെ എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. മാഷി ഇത് മനസ്സിൽ തന്നെ ഉണ്ടാവണം. എന്താ എന്താ സാറേ? അത് വേദ, വിക്രമിനും ഒരു കുഞ്ഞു ജനിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനിപ്പോൾ 5 വയസ്സായിട്ടുണ്ട്. ഏ സത്യമാണോ സാറേ? അതെ സത്യം. പകൽ പോലെ ഗൗരി എന്ന കുഞ്ഞിൻ്റെ പേര്. പക്ഷേ വിക്രം ഇപ്പോൾ ആ രഹസ്യം അറിയണ്ട. കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയാണ് അവളിവിടുന്ന് നാടുവിട്ടത്. ആ കുഞ്ഞിനിപ്പോൾ 5 വയസ്സുണ്ട്. അതുപോലെ വേദ പഴയ വേദയല്ല, അവൾ തമിഴ്നാട്ടിലെ കലക്ടറാണ്. ഇത് കേട്ടതും ഇരട്ടി സന്തോഷമാണ്. എനിക്കറിയായിരുന്നു സാറേ, അവൾ തൻ്റെയുള്ള പെണ്ണാണ്. അവൾ നല്ല രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ വേദ ഗർഭിണിയാണെന്ന് ഒരു സൂചന പോലും തന്നില്ലല്ലോ. അത് കണ്ടുപിടിച്ചത് എൻ്റെ മകൻ ശ്രീകാന്താണ്. ആ കുഞ്ഞിനെ തെരഞ്ഞു പിടിച്ച് കൊല്ലുക എന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം. പക്ഷേ അങ്ങനെയാ ഞാനും വിവരം അറിഞ്ഞത്. വേദ എന്നെ വിളിച്ചിരുന്നു. 2 പ്രാവശ്യം ഞാൻ അവളെ പോയി കണ്ടു. ഇന്നലെ പോയപ്പോഴാണ് ഈ സത്യങ്ങളെല്ലാം അവൾ എന്നോട് തുറന്ന് പറഞ്ഞത്. അവളുടെ മകളുടെ ജീവന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അതാണ് എല്ലാ നൂലാമാലകളും ഒഴിവാക്കി അവൾ വരും മാഷേ. മാഷിൻ്റെ മനസ്സിൽ മാത്രം ഉണ്ടായാൽ മതി. എൻ്റെ കമലയാണ് ഇത് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചത്. പക്ഷേ എന്തു ചെയ്യാൻ, അവൾക്ക് ഭാഗ്യമില്ല. വിക്രമിൻ്റെ കുഞ്ഞിനെ കാണാൻ അവൾക്ക് യോഗമില്ല എന്ന് പറഞ്ഞ് മാഷി കരയുമ്പോൾ മാഷിനെ ആശ്വസിപ്പിക്കാനും ഈ വിവരം മാഷിൻ്റെ മനസ്സിൽ മാത്രം നിന്നാൽ മതി. തൽക്കാലം ആരും അറിയണ്ട. വിക്രമിന് ഇത് വലിയ സന്തോഷമാവും. വിക്രമിൻ്റെ മുമ്പിൽ അവൾ അധികം വൈകാതെ തന്നെ തിരിച്ചു വരും. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് ശങ്കരൻ നാരായണൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ വേദയാണെങ്കിലോ അമ്മയോട്, തരുണിൻ്റെ അമ്മയോട് കാര്യങ്ങൾ പറയാം. ഇനിയും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല അമ്മേ. സാറിനോട് കാര്യങ്ങൾ പറയണം, അല്ലെങ്കിൽ ഇതെല്ലാം കൈവിട്ടു പോവും. എനിക്കറിയാം മോളെ, എങ്ങനെ അവനോട് പറയും എന്നാ ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. എങ്ങനെയായാലും എനിക്കിനി പോയേ മതിയാവൂ. കുട്ടിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. കേസ് തെളിഞ്ഞു. വിക്രം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായി. ഇനിയും ഞാൻ ഇങ്ങനെ ചെയ്താൽ അത് അവരോട് ചെയ്യുന്ന അനീതി ആയിരിക്കില്ലേ? ഒരു കുടുംബം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാണ്. അതിൽ ശത്രുക്കളുണ്ട്. എന്നാലും എന്നെ സ്നേഹിക്കുന്നവരില്ലേ അമ്മേ? എനിക്ക് മനസ്സിലാവും. സന്ദർഭം എല്ലാം നോക്കി നമുക്ക് പറയാം മോളെ. അധികം വൈകരുതേ അമ്മേ. ഇനിയെങ്കിലും പറയാതിരുന്നാൽ അത് വലിയൊരു തെറ്റായി പോവും. അങ്ങനെ ഗൗരിമോള് അച്ഛൻ്റെ അടുത്ത് വന്ന്, ഇന്ന് ഞാൻ അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞ് വാശി പിടിക്കുക. എന്നാൽ തരുണിന് വേദയുടെ കൂടെ മകൾ അങ്ങനെ കിടക്കുന്നത് വലിയ ഇഷ്ടമുണ്ടാവില്ല. അത് വേണ്ട, മോൾക്ക് എന്താ അച്ഛൻ്റെ കൂടെ കിടന്നാൽ? അല്ലെങ്കിൽ അമ്മയും അച്ഛനും കൂടെ വാ, ഞാൻ നടുവിൽ കിടക്കാം. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ അതാണല്ലോ എന്നോട് പറഞ്ഞത്. എല്ലാവരും അച്ഛൻ്റെ അമ്മയുടെ കൂടെ കിടക്കുന്നത്, ഞാൻ മാത്രം ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട്. അതൊന്നും പറ്റില്ല വേദേ, മോളെ റൂമിലേക്ക് കൊണ്ടുപോവാ എന്ന് വേദയോട് പറയുന്നുണ്ട്. നിന്നോടല്ലേ പറഞ്ഞത്, നീ എന്തിനാ ഇങ്ങനെ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നത്? ഇതെൻ്റെ മകളാണ്, നിനക്കറിയാം ഇത് നിൻ്റെ മകളല്ലെന്ന കാര്യം. പിന്നെ എന്തിനാ നീ ഇങ്ങനെ വാശി കാണിക്കുന്നത് എന്ന് വേദിയോട് അറിയാതെ തരുൺ പറഞ്ഞു പോവാണ് കേട്ടോ. ഞാൻ ഈ അമ്മയുടെ മകളല്ലേ? ആ കൊച്ചുമകൾ പറയുന്നത് കേട്ട് തരുണിൻ്റെ അമ്മ അവിടെ നിന്ന് അവളെ കൊണ്ടുപോകുന്നുണ്ട്. തരുണ് എന്തായത്? കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ ഗൗരിമോള് എൻ്റെ മോൾ തന്നെയാണ്. എന്തായാലും നീ പ്രസവിച്ചല്ലോ, നീ മുലപ്പാൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെ. അത് കരുതി അവളെങ്ങനെ നിൻ്റെ മോളാവും? സത്യത്തിൽ അവൾ എൻ്റെ മകളാണ്. രാധ പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയി. ഇത് കേട്ട തരുണിന് അങ്ങ് ദേഷ്യം വരട്ടോ. എന്താടി പറഞ്ഞത്? നീ ഞങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് എനിക്കെതിരെ പറയുന്നോ? തരുണേ, അവൾ പറഞ്ഞത് സത്യമാണ്. എൻ്റെ മോനത് വിശ്വസിക്കണം. അപ്പോഴേക്കും ഗൗരി അപ്പുറത്തേക്ക് പോയി ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. വേദമോൾ പറഞ്ഞത് സത്യമാണ്. എന്താ അമ്മ ഈ പറയുന്നത്? അതെ, നിനക്കപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. നീ തകർന്നു പോവാതിരിക്കാനാണ് വേദയുടെ കുഞ്ഞിനെ നിൻ്റെതാണെന്ന് പറഞ്ഞ് നിൻ്റെ കയ്യിൽ ഞാൻ തന്നത്. അത് നിൻ്റെ അമ്മ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലേ? തരുണിന് അതങ്ങ് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ. എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങൾ നാടകം കളിക്കേണ്ട. എന്താണ് സംഭവിച്ചത്? അങ്ങനെ തരുണിൻ്റെ അമ്മയും വേദയും കൂടെ അവിടെ നിന്ന് തരുണിനെ എല്ലാം ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല ഗൗരിമോളെ, ഞാൻ ആർക്കും വിട്ടുതരികയില്ല. അവൾ എൻ്റെ ചോരയാ, ഈ അച്ഛൻ്റെ മോളാണ്. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പറ്റിക്കാന്ന് കരുതേണ്ട. അങ്ങനെയും പറഞ്ഞുകൊണ്ട് തരുൺ നേരെ രാധയും വേദയ്ക്ക് പ്രസവിച്ച ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഡോക്ടറുടെ മുമ്പിൽ വന്ന് ഒരേ ഒരു ചോദ്യം, ഡോക്ടർ എനിക്ക് ഒരേ ഒരു കാര്യം അറിയണം. എൻ്റെ രാധ പ്രസവിച്ച കുഞ്ഞെവിടെ? അതിന് നിങ്ങൾ എന്ത് ചെയ്തു? എൻ്റെ കൂടെയുള്ള ഗൗരിമോളെ, അത് എൻ്റെ രാധ പ്രസവിച്ച കുഞ്ഞല്ലേ? അല്ല തരുൺ, അന്ന് അങ്ങനെ സംഭവിച്ചു പോയി. വേദയ്ക്ക് തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമായിരുന്നു. ഈ ഹോസ്പിറ്റൽ ചുറ്റും അവൾക്കുള്ള ശത്രുക്കളായിരുന്നു. അവളുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ പലതവണ അവർ ലേബർ റൂമിൽ വരെ കയറി വന്നു. പിന്നെ മറ്റൊരു മാർഗമില്ലാതെയാണ്
കുഞ്ഞിൻ്റെ ജീവൻ അത് നോക്കിക്കൊണ്ടാണ് ഞാനും ഇതിന് കൂട്ടുനിന്നത്. എത്രയും പെട്ടെന്ന് തരുണിനോട് സത്യങ്ങൾ തുറന്നു പറയണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളതാണ്. തരുണി ഇപ്പോൾ ഈ വിവരം അറിഞ്ഞാൽ അവൻ തകർന്നു പോവും. ഭാര്യ മരിച്ചു, കുഞ്ഞു പോലും നഷ്ടപ്പെട്ടെന്നറിഞ്ഞാൽ തരുണിന് ഒരിക്കലത് സഹിക്കാനാവില്ലെന്ന് തരുണിൻ്റെ അമ്മ തന്നെയാണ് പറഞ്ഞത്. അപ്പോഴും ഇത് വലിയൊരു അപകടത്തിലേക്ക് ചെല്ലുമെന്ന് ഞാൻ പറഞ്ഞതാ. ആ സമയം തരുൺ തൻ്റെ മുടികൾ പിച്ചി ചീന്തുന്ന പോലെ ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും കൊടുക്കില്ല. വേദയ്ക്ക് ഒരിക്കൽ ഞാനെൻ്റെ കുഞ്ഞിനെ കൊടുക്കില്ല. അവളെൻ്റെ കൂടെ കൂടിയതാ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ തരുണാണെങ്കിലോ എന്നുമില്ലാതൊരു മദ്യപാനം പോലെ ബാറിലേക്ക് പോകുന്നുണ്ട്. നല്ല മദ്യപിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഗൗരിമോൾ അച്ഛ എന്ന് വിളിച്ച് വരുന്നുണ്ട്. എൻ്റെ പൊന്നുമോളെ ഞാൻ ആർക്കും കൊടുക്കില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഏതറ്റം വരെ പോവും എൻ്റെ മോൾ എനിക്ക് കിട്ടാനായിട്ട്. തരുണേ, നീ ഇങ്ങനെ കുടിച്ച് നശിക്കാണോ? നീ ഇങ്ങനെയൊക്കെ കരുതിക്കൊണ്ട് തന്നെയാണ് അന്ന് ഞങ്ങൾ അങ്ങനൊരു തീരുമാനം എടുത്ത്. ഇല്ല എൻ്റെ മോളെ, ഞാൻ നെഞ്ചിലേറ്റി പോയി. എന്തിനാ അമ്മേ എന്നോട് ഈ ചതി ചെയ്തത്? ഞാൻ നിങ്ങളുടെ മകൻ തന്നെയാണോ? തരുൺ ആകെ പൊട്ടിക്കരയാണ്. വേദയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നീട് വേദ നാട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷേ മകളില്ലാതെയാണ് വരുന്നത്. തരുണും കുടുംബവും നാട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. തരുൺ പതിയെ ആ സത്യം ഉൾക്കൊണ്ടെങ്കിലും തരുൺ ഗൗരിമോളെ വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.